ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം പൊന്നുവിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? ഉപ്പുമുളക് കണ്ണത്തരൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പം അതിനകത്ത് ഏകദേശം അവർ ഇഷ്യൂ എന്താണെന്ന് ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളെല്ലാം ആ കുട്ടിയും ഷെബിനോട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമുക്ക് അവരുടെ സംസാരത്തിലൂടെ മൊത്തം അവരാണെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് ഉള്ള ക്ലാരിഫിക്കേഷനായിട്ടാട്ടോ വന്നത്. ഫുള്ള് ക്ലാരിഫൈ ചെയ്തെന്ന് വെച്ചാൽ ഫുള്ള് ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഏകദേശം ഒരു രൂപം എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിനുള്ള കാര്യം, കുട്ടി ഇറങ്ങിപ്പോകാനുള്ള കാരണം ആ വീഡിയോ കേട്ടാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പുറകെ എന്തായാലും ഒരു അടുത്ത ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് കുഞ്ഞൻ്റെ ഹസ്ബൻഡും വരും. അതിൻ്റെ കൂടെ ഇനിയും അച്ഛനും അമ്മയും വരും. അങ്ങനെ ഇപ്പം കുറേ വീഡിയോയുടെ ഒരു ഘോഷയാത്ര തന്നെ പുറകെ കാണും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് അവരുടെ വീഡിയോയ്ക്കകത്തൂടെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ, പൊന്നൂന്. കാരണം ഒന്നാമത് ഇങ്ങനെ ഒരു വിഷയം വീട്ടിൽ വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു വിഷയം വീട്ടിൽ വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിലെല്ലാം തൻ്റെ പേര് കൂട്ടി ചേർക്കുന്നുമുണ്ട്. കാരണം ആദ്യമേ ഇവർ ഒളിച്ചോടി പോയല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് അവരുടെ പേര് ഈ ഒരു ഇഷ്യൂവിനകത്ത് വലിച്ചഴക്കപ്പെട്ട് എല്ലാവരും ഇവരെ കുറ്റം പറയുന്ന രീതിയിലാക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ശരിയാട്ടോ. ഞാൻ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരാൾ കിണറ്റി ചാടി എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലുള്ളവരെല്ലാം കിണറ്റി ചാടാൻ നിൽക്കുന്നവരല്ലല്ലോ. അപ്പം പിന്നെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെയെന്ന് പറഞ്ഞാൽ അത് സ്ഥായിയായിട്ട് നിൽക്കുന്ന സങ്കടമൊന്നുമില്ല കേട്ടോ. ജീവിതത്തിൽ പല ഘട്ടത്തിലും പല കാര്യത്തിലൂടെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളങ്ങനെ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനിയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ നമ്മളങ്ങനെ അയ്യോ അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തല്ലോ, അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഫാമിലിക്കകത്ത് ഇപ്പം ഫാമിലിയുടെ അവരത്രയും പേരോ അല്ലെങ്കിൽ കുറച്ച് കുടുംബക്കാരോ അറിയേണ്ട ഒരു വിഷയമാണ് ഇത്. അത് ഈ നാട് മൊത്തം എന്നല്ല, കേരളം മൊത്തം അല്ലെങ്കിൽ കുറച്ച് പുറത്തോട്ടും അറിഞ്ഞു. ഒരു യൂട്യൂബിനകത്ത് ഇങ്ങനെ പറഞ്ഞത് കാരണം ഇങ്ങനൊരു സംഭവം ഇനി അറിയാനായിട്ട് ആരും കാണത്തില്ലെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അത്രയും എല്ലാവരും ഇട്ടിട്ട് വൈറലാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് മാത്രം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഈ സംഭവം ഇപ്പം പൊന്നു ആരെങ്കിലുമൊക്കെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. അപ്പം റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കെല്ലാം തെളിവ് കിട്ടിയിട്ടല്ലല്ലോ ഇടുന്നത്. അവരിങ്ങനെ പറഞ്ഞിട്ട് അതങ്ങ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇപ്പം പൊന്നു ഇട്ടതിൻ്റെ പുറകിൽ എന്തായാലും അടുത്ത ആൾക്കാർ എക്സ്പ്ലനേഷൻ കൊണ്ട് വരാതിരിക്കത്തില്ലല്ലോ, അവർക്കും പറയണമല്ലോ അവരുടെ മറുപടി. അപ്പം അങ്ങനെ ഇത് കുറച്ചുകൂടി നീണ്ടു പോകുമെന്ന് തോന്നുന്നു. പക്ഷെ ഒന്നും ഓർക്കണം കേട്ടോ, നിങ്ങളെല്ലാവരും ഒന്നിച്ച് കാണേണ്ടവരും ഒന്നിച്ച് കൂടേണ്ടവരും തന്നെ. ഈ പറയുന്ന 4 പേര് 4 ചുറ്റും നിന്ന് പറയുമെങ്കിലും നാളെ നിങ്ങൾ തന്നെ ഒന്നിച്ച് കാണേണ്ടത്. അപ്പം നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വന്നത് ഞാൻ എങ്ങനെ അവരോട് മിണ്ടും എന്നുള്ളൊരു ഇത് വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും പറയുന്നവരെല്ലാം സൂക്ഷിച്ചും കണ്ടും വർത്താനം പറയുക, അത്ര. ഷെബിൻ പറഞ്ഞ പോലെ പ്രായത്തിലൊന്നും അല്ല കേട്ടോ കാര്യം. സ്നേഹം എന്നുള്ള സംഭവം അതിനിടെ വന്നുകൊണ്ട് മാത്രം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. നമ്മളിപ്പം വിസ്മയുടെ കേസൊക്കെ ഉണ്ടല്ലോ, കുട്ടി ഭയങ്കര സ്നേഹമായിരുന്നു ഭർത്താവിനോട്. കാരണം അതിനിടയ്ക്കൊക്കെ അയാൾ അത്രയും ചെയ്തിട്ടും ഈ പെണ്ണ് വീട്ടിൽ വന്ന് നിന്നിട്ടും അതിനെ വീണ്ടും തിരിച്ച് വിളിച്ചോണ്ട് പോയി, അത്രയും ഉപദ്രവിച്ചിട്ടും ആ പെണ്ണിനെ അയാൾ സ്നേഹത്തോടെ വിളിച്ചപ്പം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതെന്താ, സ്നേഹത്തിൻ്റെ കാര്യം മാത്രം കൊണ്ടാട്ടോ, അല്ലാതെ അതിനകത്ത് പ്രായോ വെക്കതൊന്നും അല്ല കാര്യം. ഇവരാണെങ്കിൽ ഒന്നാമത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അപ്പം അതിനിടയിൽ ആ 2-3 മാസത്തിന് ഇടയിൽ കിട്ടിയ ആ കുട്ടിക്ക് മാത്രം കിട്ടുന്ന പരിഗണന ആ സമയത്തൊരു ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും. ആ സമയത്ത് മാത്രം കിട്ടുന്ന കുറച്ച് പരിഗണനകളുണ്ട്. അതിപ്പം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് മാറും. ഇപ്പം പൊന്നൂനും ഷെബിനോടും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. ആ കല്യാണം കഴിഞ്ഞ് കുറച്ച് പ്രാരാബ്ദവും കാര്യങ്ങൾ പിന്നാണല്ലോ അറിഞ്ഞു വരുന്നത് എന്തൊക്കെയാ ഒരു വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാ, അല്ലെങ്കിൽ ഹസ്ബൻഡ് കാര്യങ്ങൾ എന്തൊക്കെയാ, എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാ, അങ്ങനെയൊക്കെ അറിഞ്ഞു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേനും അത് കുറേ മാറുന്നത്. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ എന്തൊക്കെ കേസുകളാണ്. 10-30 വയസ്സൊന്നും അല്ല കേട്ടോ, 35 വയസ്സ് 40 വയസ്സ് 45 വയസ്സുള്ള സ്ത്രീകൾ വരെ എന്തൊക്കെ കേസുകളിലാണ് പെടുന്നത്. ഇതൊന്നും പ്രായം കുറവായോണ്ടൊന്നും സംഭവിക്കുന്നതല്ലല്ലോ. പ്രായത്തിനകത്തൊന്നും അതൊരു കാരണമല്ല. പിന്നെ ഇവർ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ജീവിതം തുടങ്ങിയത് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ.
അല്ലാതെ ഈ വീഡിയോക്കകത്തൊക്കെ വരുന്ന പോലെ അയാൾക്ക് അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മാറട്ടെ, അത് തന്നെ. പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ എന്തെങ്കിലും ആ കുട്ടിക്ക് എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടപ്പാട് അവിടെ ഉണ്ടായാൽ വിഷമിക്കുന്നത് അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം പിന്നെ ഇനിയും അവരെ ഇനിയും കഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുകയോ ചെയ്യാത്ത രീതിയിൽ തന്നെ ഇവർ മുന്നോട്ട് പോകട്ടെ. പിന്നെ ആ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതെല്ലാം പൊന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സ്ഥലവും അതുപോലെ ഇപ്പം കല്യാണത്തിന് വേണ്ടിയിട്ട് വിറ്റ സ്ഥലമൊക്കെ അവർ മാറി മാറി കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ആര് ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നാലും അവരുടെ സ്ഥാനം വെച്ചിട്ട് അവർ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അവർ എൻ്റെ അനിയത്തി ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ചേച്ചി ചെയ്തതായിരുന്നു ശരിയെന്ന് പറഞ്ഞിട്ട് ആരും വരത്തില്ലല്ലോ. അവരവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഇത് കണ്ടിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക, നമ്മളതിനകത്ത് എന്തെങ്കിലും കിട്ടുന്ന നോക്കിയിരിക്കുക. പിന്നെ ഇവർ പൊന്നുവിൻ്റെ ദേഷ്യം പറയുന്ന പോലെ നമ്മൾ ആ സഹോദരങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും കേട്ടോ. പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനകത്ത് മൂന്നാമത് ഒരാൾ പെടാതിരുന്നാൽ ഇവർ തമ്മിലുള്ള ആ പ്രശ്നം അങ്ങനെ അങ്ങ് തീരും. ദേഷ്യപ്പെട്ടിട്ട് കുഞ്ഞിലെ മുതലേ കാണുന്നവരാണല്ലോ, അപ്പോൾ ജനിക്കുന്ന സമയം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണല്ലോ. അപ്പം പിന്നെ എന്തേലും ദേഷ്യപ്പെട്ട് എന്തേലും വായി വരുന്ന പറയുമെന്നല്ലാതെ അതങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കത്തില്ല കേട്ടോ. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ അവരങ്ങ് കളഞ്ഞോളും അപ്പം കിട്ടുന്നത്. പക്ഷെ മൂന്നാമതൊരാൾ പെട്ടിട്ട് അവളങ്ങനെ പറഞ്ഞില്ലേ നീ ഇങ്ങനെ മിണ്ടണ്ട, അല്ലെങ്കിൽ ഇവളിങ്ങനെ പറഞ്ഞില്ലേ നീ ഇങ്ങോട്ട് കയറി വേണ്ട, അങ്ങോട്ട് ഇറങ്ങി ചെല്ലണ്ട, ചേട്ടനും ചേച്ചി വന്നാൽ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണ്ട, അങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നതുകൊണ്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കൂടുതലും പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പറയത്തില്ലേ ചട്ടിയും കലമാണ്, അമ്മായിയമ്മ മരുമകളുടെ ചട്ടിയും കല. പക്ഷെ അങ്ങനെ നല്ല കേട്ടോ. വീട്ടിൽ ചേച്ചി അനിയത്തിയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും കേട്ടോ, ചട്ടിയും കലവും. ഭയങ്കരമായിട്ടും ബഹളം വെച്ചാലും അത് 10 മിനിറ്റ് കൂടുതൽ പോകുന്ന ഒരു പിണക്കും ആയിരിക്കത്തില്ല. അതാ സാധാരണഗതിയിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു വാശിക്കോ ദ്വേഷത്തിനോ പുറത്ത് ഉപേക്ഷിക്കാനുള്ളതല്ല കേട്ടോ ബന്ധങ്ങളൊന്നും. ഇപ്പം അവർ തമ്മിലായാലും നമ്മൾ എല്ലാവരുടെയും ബന്ധങ്ങൾ അങ്ങനെ വാശിക്കും ദേഷ്യത്തിനും പുറത്തൊന്നും ഉപേക്ഷിച്ച് കളഞ്ഞിക്കരുത്. ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഒന്നിച്ച് കൂടണമെന്ന് വിചാരിച്ചാൽ ഇവരെ ഒന്ന് ഫോൺ വിളിക്കണമെങ്കിൽ തന്നെ ആ ഒരു ബന്ധം നിലനിർത്തണം. എന്നിട്ട് നമ്മൾ കുട്ടിക്കാലവും നമ്മുടെ നമ്മൾ നൊസ്റ്റു അടിക്കുന്നതൊക്കെ വീണ്ടും നമ്മുടെ മുമ്പിൽ വരണമെങ്കിൽ ഇങ്ങനെ ഒരു കോണ്ടാക്ട് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നല്ലപോലെ ഇപ്പം അടുത്ത് നിന്നിട്ട് സ്നേഹിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല കേട്ടോ. ആർക്കും അങ്ങനെ അടുത്ത് നിന്ന് സ്നേഹിക്കാനോ അല്ലെങ്കിൽ എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങൾ തിരക്കാനോ ഒന്നും ആർക്കും സമയമോ സൗകര്യമോ ഒന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. പക്ഷെ എന്നാലും മുഖം കറക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ നമുക്ക് നാളെയും കാണേണ്ടവരാന്നുള്ള ബോധം വേണമല്ലോ. നാളെയും സംസാരിക്കുന്നവരാണെന്നുള്ള ബോധം വേണം. അപ്പം മുഖം കറുപ്പിച്ചിട്ട് അങ്ങനെ ആരും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു വീഡിയോക്കകത്തോടെ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ പൊന്നു കുറച്ച് എടുത്ത് ചാട്ടത്തിൽ സംസാരിക്കുന്നതിന് ഷെബിൻ കുറച്ചുകൂടെ പക്വതയോടെ സംസാരിക്കുന്നു തോന്നി കേട്ടോ. അനിയത്തിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അനിയത്തി ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ജോലിയുടെ കാര്യങ്ങൾ പറയുകയും അത് രണ്ടുപേരും ഇടാൻ ചേർന്നിട്ടാണ്. എന്നാലും ഈ വീഡിയോക്കകത്തൂടെ കുറച്ചുകൂടെ ആ കുട്ടി ഇച്ചിരി ഇമോഷണലായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നെങ്കിലും അയാൾ ഇടപെടുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അത് വേണ്ട, ഇതിപ്പോൾ വേണ്ട അങ്ങനെ പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഷെബിനറിയാം നാളെ നമുക്ക് ഒന്നിച്ച് പോകണമെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ അതിനെക്കുറിച്ച് തിരുത്തിയിട്ട് അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതല്ല നാളെ അനിയത്തെ കാണണ്ടേ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ കാണണ്ടേയാണല്ലോ. അതുകൊണ്ടായിരിക്കും ഷെബിൻ ഇങ്ങനെ കുറേ തിരുത്താൻ നോക്കിയത്. കുറേ കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അയാളെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോക്കകത്ത്. ഞാൻ ഈ വീഡിയോയുടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലല്ല കേട്ടോ ഞാൻ ഇത് പറയുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയോണ്ട് മാത്രം പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ അതിനൊരു റിയാക്ഷൻ ആയിട്ടൊന്നും ഇട്ടേയല്ല കേട്ടോ ഈ വീഡിയോ. പിന്നെ പണ്ടുള്ളവർ പറയല്ല അച്ഛനും അമ്മയും ആലോചിക്കുന്നു അല്ലെങ്കിൽ അച്ഛനും അമ്മയും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ മക്കൾക്ക് കൊടുക്കാറുള്ളൂ. അതായിരിക്കും അച്ഛനും അമ്മ നമ്മൾ ഇപ്പൊ പേരന്റ് എന്നുള്ളതിൽ ഞാൻ പറയുന്നത് എനിക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യവും കൊടുക്കാവുന്ന സാഹചര്യം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അവർ ചൂസ് ചെയ്യുന്നൊരു സാധനം അയ്യോ അത് അപ്പാടെ തെറ്റാ, അവർ ആ കുട്ടി ചൂസ് ചെയ്ത കാര്യമല്ല, ഇവർ കൊണ്ടിട്ട് കൊടുത്തു. ആ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രം ആ കൊച്ചു ഉടക്കി നിന്നിട്ട് പോയതാണ് കേട്ടോ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലുണ്ടായി, എന്തോ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെയും അവരുടെ ജീവിതം അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിക്കണം. അല്ലാതെ നമ്മളിപ്പം പിടിച്ചു വെച്ചിട്ടോ തടഞ്ഞു വെച്ചിട്ടോ ഒന്നും മാറുന്ന കാര്യമല്ല ഈ സ്നേഹം എന്നുള്ള കാര്യം കേട്ടോ. അത് അവർ മുങ്ങിയാലേ അതറിയത്തുള്ളൂ. മുങ്ങിയിട്ട് പൊങ്ങി വരുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അപ്പം നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സന്തോഷമായും സുഖമായിട്ടും ഇരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.